ഹലോ പ്ലീസ് വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഈസ് വെനം ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ IQ Neo 9s Pro Plus 5G എന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. നമുക്ക് വെച്ച് ലേറ്റ് ആക്കേണ്ട നേരെ വീഡിയോ തുടങ്ങിയേക്കാം. നമ്മൾ എപ്പോഴും ഡിസ്പ്ലേ ആണ് തുടങ്ങുന്നത്. ഡിസ്പ്ലേ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 6.78 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വേണ്ട, ഫുൾ HD ഒരു കൂടുതൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കിട്ടും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഒരു AMOLED പാനലും കൂടിയാണ് വരുന്നത്. ഇതിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. ഇതിൽ LTPO എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ഹെർട്സ് തൊട്ട് 144 ഹെർട്സിന്റെ അകത്ത് വരെ നമുക്ക് ഇത് റിഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നല്ലൊരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 1200 ഹെർട്സിന്റെ ഒരു ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് ടോപ്പ് സെൻട്രലായിട്ടായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിന്റെ ഒരു PWD ഡെമി എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 3000 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഒരു ഓവറോൾ ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആണ്. നല്ലൊരു ഗുഡ് സ്പെക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 198 ഗ്രാമാണ് ഈ ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ 7.9 mm ആണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഈ ഫോൺ രണ്ട് വേരിയന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഗ്ലാസ് ബാക്ക് ആയിട്ടുള്ള ഒരു ഫോണും വരുന്നുണ്ട്. ആൻഡ് വേറൊരു മോഡൽ എന്ന് പറയുമ്പോൾ ലെതർ ബാക്കോട് കൂടിയുള്ള ഒരു മോഡലും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയെടുക്കുക. ലെതർ ആകുമ്പോൾ കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും. ഗ്ലാസ് ആകുമ്പോൾ ചരക്കി അങ്ങ് പോകും. അപ്പോൾ എന്ന് വെച്ചാൽ നോക്കിയെടുക്കാൻ എനിക്ക് തോന്നുന്നു ഗ്ലാസ് ബാക്ക് ആകുമ്പോൾ അത് പൊട്ടലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും സേഫ് ലെതർ ബാക്ക് കണക്കുള്ള ഒരു ഫോൺ ആയിരിക്കാം. നിങ്ങളുടെയൊക്കെ പ്രിഫറൻസ് ആണ്. അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം നോക്കി എടുക്കുക. പ്രൊസസ്സർ നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. അത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് തകർക്കാമെന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. അത് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് നമുക്ക് ഗെയിമിംഗ് പൊളിക്കാൻ വേണ്ടി ഇവർ IQൻ്റെ IQ1 ചിപ്പ് എന്നൊരു സംഭവം കൂടെ അഡീഷണൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും ഗെയിമിംഗ്. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ അങ്ങോട്ട് ഒരു ടെൻഷൻ നമുക്ക് വേണ്ട. അതിന് മുന്നേയായിട്ട് ഇതിൽ 5G സപ്പോർട്ട് ആവുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ എല്ലാവരും അത് നോക്കിയിരിക്കും 5G സപ്പോർട്ട് ആണോ എന്ന്. കാരണം ഇപ്പോൾ ജിയോ അൺലിമിറ്റഡ് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ജിയോ പയ്യെ നിർത്തുന്നുണ്ട് അൺലിമിറ്റഡ് 5G. ചിലയിടത്ത് എനിക്കിപ്പോൾ കിട്ടണമല്ലോ 5G. എനിക്കും അങ്ങനെ കിട്ടണില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി 6K VC കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. Android 40 ബേസ് ചെയ്തായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ക്യാമറ സൈഡിലേക്ക് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. അധികം ചില ബ്രാൻഡുകളെ പോലെ റെഡ്മി റിയൽമി ഒക്കെ പോലെ റിയൽമിയും വലുതായിട്ട് ചളാക്കാറില്ല ക്യാമറ സൈഡിൽ കൊണ്ട്. റെഡ്മിയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് 108 മെഗാ പിക്സൽ കൊണ്ട് വയ്ക്കുമെന്ന് പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. സംഭവം ഒരു 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാളിറ്റി അതിൽ കാണുള്ളൂ. ഡീസൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ സോണിയുടെ IMX921 ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഡീസൻ്റ് ആണ്, സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡറി ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞാലും ആവറേജ് ആണ്, സ്റ്റാൻഡേർഡ് ആണ്. അധികം ഈ പറഞ്ഞ പോലെയുള്ള ബ്രാൻഡുകളെ കണക്ക് കൊണ്ടിട്ട് ചിലവാക്കിയിട്ടില്ല. ഫ്രണ്ടിലത്തെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60 മെഗാ പിക്സലിൻ്റെ ഒരു ലെൻസാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു ഫ്രണ്ട് ക്യാമറ വന്നിട്ട്. ചിലപ്പോൾ ക്വാളിറ്റി നമുക്ക് അറിയത്തില്ല. ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് സോണിയുടെ ലെൻസ് നമുക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ കൊടുക്കാം. എനിക്ക് കൈ കിട്ടിയിട്ടില്ലല്ലോ. ഫ്രണ്ട് ക്യാമറ നമുക്ക് ഒരു 16 മെഗാ പിക്സലിന് കുറച്ച് കൂട്ടായിരുന്നു. അത് വെച്ച് നിർത്താം. ബാക്കി നോക്കാം. ബാക്കി ഇതുവരെയുള്ള സ്പെക്കൊക്കെ ഓക്കെ ആയിരുന്നു. ഇതിലൊരു 5000 mAh ബാറ്ററി അല്ല, 5500 mAh ഒരു ബാറ്ററിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലൊരു 120 വാട്ടിൻ്റെ ഒരു വയേർഡ് ഫാസ്റ്റ് ചാർജിങ് കൂടെ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് പൊളി. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത് 28 മിനിറ്റ് കൊണ്ട് 100% ചാർജ് ആക്കാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കറിയത്തില്ല, നോക്കി നോക്കാം. ഇനി ഒരു Type-C ചാർജിങ് പോർട്ടും കൂടി വരുന്നുണ്ട്. സ്വാഭാവികം ഇതെല്ലാത്തിനും വരുന്നതാണ്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബാറ്ററി സൈഡ് നോക്കിയാലും എല്ലാം ഓക്കെയാണ്. ബാറ്ററി സൈഡും ഡീസൻ്റ് ആണ്. ഈ ഫോൺ നമുക്ക് എത്ര വേരിയന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നൊന്ന് നോക്കി നോക്കാം. 256GB 12GB RAM വേരിയന്റ്, 256GB 60GB RAM വേരിയന്റ്, 512GB 12GB RAM വേരിയന്റ്, 512GB 60GB RAM വേരിയന്റ്, 1TB 60GB RAM വേരിയന്റ്.
അപ്പോൾ ഇത്രയും വേരിയന്റിലായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് വരാം. ഈ ഫോൺ കറന്റ് ചൈന മാർക്കറ്റിലൊക്കെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ വരും. കാര്യം അവരുടെ IQ സീരീസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരുടെ ഈ ഒരു സീരീസും ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുമെന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇനി നമുക്ക് നെക്സ്റ്റ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഇതിൻ്റെ പ്രൈസിലേക്ക് വരാം. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ ഏകദേശം ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത് 34,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ ചൈനയിൽ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രൈസ് വെച്ച് ചൈനയിലെ പ്രൈസ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 34,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോണിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് ഈ ഫോൺ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് അവർ കൊടുക്കേണ്ട എല്ലാം മാക്സിമം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി ഫോണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ആകുമ്പോൾ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഞാൻ വരും. അതിനൊക്കെയായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, താഴെ തന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഏത് ലേറ്റസ്റ്റ് ഫോണിൻ്റെ റിവ്യൂ വേണോ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ അത് പരിഗണിച്ച് ചെയ്യുന്നതായിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ദിസ് ഈസ് മീ സൈനിങ് ഔട്ട്.